CPM നേതാവ് കണ്ണൂരിന്റെ വിപ്ലവ നായകൻ പി ജയരാജൻ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. എന്നിട്ട് അവിടുന്ന് മടങ്ങുകയുണ്ടായി. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇറങ്ങി. പക്ഷെ തൊഴാനൊന്നുമല്ല വന്നത്, ഞാൻ അവരെ ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ്, പുസ്തകത്തിൻ്റെ ആവശ്യമായിട്ട് വന്നത്. അല്ലാതെ എനിക്ക് ദൈവത്തിൽ വിശ്വാസം തൊഴേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. സഖാക്കൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് സർ? അത് നമുക്ക് മനസ്സിലാവാത്തതായിരിക്കും. അത് വൈരുദ്ധ്യാത്മിക ആത്മീയവാദം ആത്മീയവാദമോ അതല്ലെങ്കിൽ വൈരുദ്ധ്യാത്മിക ക്ഷേത്ര ദർശനമൊക്കെ ആയിരിക്കാം. കാരണം ഈ കഴിഞ്ഞ 10-50 വർഷമായിട്ട് കേരളത്തിനായിട്ട് കുരുക്കി മറിച്ചു എന്താ പറയുക, കുലുക്കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അഥവാ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. ഇതുവരെ ഒരൊറ്റ ചങ്ങാതിക്കും അത് മനസ്സിലായിട്ടുമില്ല, ആർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റിയിട്ടില്ല, കേട്ടിട്ടുള്ളവർക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയത് ഇപ്പോൾ ഉള്ള പക്ഷേ ഈ നാടൻ നായ്ക്കളൊക്കെ ഇത് ചില മുഴുവൻ തേങ്ങ പൊടിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു നായുണ്ട്, അവൻ അത്യാവശ്യം പൊതിക്കും. പക്ഷെ CPM-കാർക്ക് ഇതുവരെ ഇത് പൊതിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഇപ്പം ഈ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ ദർശനം നടത്തിയത്. അത് വിവേക് കിരണും കുടുംബമായിട്ട് നടത്തി. അതും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ഈ വൈരുദ്ധ്യാത്മിക ക്ഷേത്ര ദർശനമായിരിക്കാം അത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം വൈരുദ്ധ്യാത്മിക ക്ഷേത്ര ദർശനങ്ങൾ വ്യാപകമായ രീതിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ജയരാജനൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളാരും പറഞ്ഞില്ലല്ലോ ക്ഷേത്രത്തിൽ വന്നത് പ്രാർത്ഥിക്കാനാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിലെല്ലാം പറഞ്ഞത് പി ജയരാജൻ പിന്നെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം സന്ദർശിച്ചു, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ല അവിടെ വന്ന് തൊഴാനാണോ വഴിപാട് നടത്തിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ നമ്മളിപ്പം ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്, ആ ഡെസ്റ്റിനേഷനിൽ എന്താണോ അതല്ലെങ്കിൽ അല്ലേ, ഇപ്പോൾ ഒരു ചായക്കടയിൽ കയറുന്നത് പിന്നെ തുണി വാങ്ങിക്കാനായിരിക്കത്തില്ലല്ലോ, ചായ കുടിക്കാനായിരിക്കും അല്ലേ. അതുപോലെ തുണിക്കടയിൽ കയറിയിട്ട് ചായ ചോദിക്കത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനത്തിന് വരുന്നത് ഇപ്പം എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ മനുഷ്യരല്ലേ, ഇപ്പോൾ നമുക്ക് ആരെയും ഇതിനകത്ത് ഇപ്പം ജയരാജനെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, അദ്ദേഹവും മനുഷ്യനാണ്. അപ്പോൾ ചിലപ്പം ചില സമ്മർദ്ദങ്ങളോ അതല്ലെങ്കിൽ ചില ചിന്തകളോ ഒക്കെ വന്നിട്ടുണ്ടാവാം. പിന്നെ പാർട്ടിയൊക്കെ ഇപ്പം മാറുന്നു, ഇപ്പോൾ ഈ പാർട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ചില ഈ പിന്നെ CPM-കാർക്കൊക്കെ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലവിലുള്ള ഒരു സംഗതിയെ അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ ഭക്തരൊക്കെ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇനിയിപ്പം CPM പാർട്ടി കേരളത്തിൽ നശിച്ചു പോകരുതേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് വല്ല നേർച്ചയ്ക്കെങ്ങാണോ വന്നത് എന്നുള്ളതും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു ഞാനിങ്ങനെ തൊഴാൻ വന്നതാണെന്ന് ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ പറയുന്നതിലൂടെ സഹതാപം തോന്നുന്നതാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലപ്പോൾ ഈ പി ജയരാജനൊക്കെ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ മറ്റ് ഈ നിലവിലുള്ള ഈശ്വരവിശ്വാസികളുടെ ദൈവവിശ്വാസം തന്നെയായിരിക്കും ഇവർക്കും ഉണ്ടാവുക. പിന്നെ ഇവരെയൊക്കെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു CPM-കാരൻ മനുഷ്യനാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു വ്യക്തത വേണമല്ലോ. ഒരിക്കലും ഒരു CPM-കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു വ്യക്തത ഉണ്ടാകത്തില്ല. അതേസമയത്ത് അവരെപ്പോഴും പറയും വ്യക്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സീതാറാം യെച്ചൂരി എപ്പോഴും പറയുമായിരുന്നു മാർക്സിസത്തിൻ്റെ സമീപനം കോൺക്രീറ്റ് അനാലിസിസ് ഓഫ് കോൺക്രീറ്റ് റിയാലിറ്റി. ഇന്നിപ്പോൾ റിയാലിറ്റി കോൺക്രീറ്റ് അല്ലല്ലോ, മനസ്സിലായില്ലേ. അപ്പോൾ ഇപ്പം ഭൗതികശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് റിയാലിറ്റി കോൺക്രീറ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു അശാസ്ത്രീയതയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ആ അശാസ്ത്രീയതയെ അതിനെയാണ് ഇവരിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ഒരു മനുഷ്യനും അറിയത്തില്ല എന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന്. ഒന്നാമത്തെ കാര്യം, ഡയലക്റ്റിക്സ് അറിയാവുന്നതുകൊണ്ട് മാത്രമേ ഡയലക്റ്റിക്കൽ എന്നുള്ളൊരു സംഗതിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഡയലക്റ്റിക്സ് അറിയുകയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തി അതിൻ്റെ കൂടെ മെറ്റീരിയലിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു സംഗതി. കാരണം ഡയലക്റ്റിക്സ് പിടികിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഡയലക്റ്റിക്സ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വൈരുദ്ധ്യമല്ലത്, അല്ലല്ല, അത് വിരുദ്ധങ്ങളാണെന്ന് നമുക്ക് തോന്നുന്ന സാധനമാണ്. ഇത് വളരെ മനോഹരമായിട്ട് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയമെങ്ങിതൊത്തുവാഴും ഗതി ഇവ മൂന്നിനുമെങ്ങുമില്ല ക്ഷിതി അങ്ങനെയാണ് വരി. അതായത് സ്ഥിതിയും ഗതിയും ഇത് രണ്ടും വിരുദ്ധമല്ലേ.
അതെ ആണോ അല്ലേ? അതെ ഒന്ന് സ്റ്റാറ്റിക്, ഒന്ന് ഗതി അതെ ഗതി, മൂവിങ് അല്ലേ? അതെ അപ്പോൾ സ്ഥിതിഗതി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. അതെ ഈ സ്ഥിതിഗതി ഡയലക്റ്റിക്കൽ യൂസേജ് ആണ്, അതെ മനസ്സിലായില്ലേ? അതെ പക്ഷേ ഇത് ആ ഡയലക്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഉച്ചകുത്തി നിന്ന് കഴിഞ്ഞാൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പാവം മാർക്സിന് പോലും പറ്റിയിട്ടില്ല. അതെ ആ മനസ്സിലായി പറഞ്ഞത്? പക്ഷേ നമ്മുടെ ഇവിടെ എല്ലാം ഡയലക്റ്റിക്സ് ആണ്. ഭാരതത്തിൽ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും, ഏത് മൂവ്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും, എന്ത് പേരെടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഡയലക്റ്റിക്സിൻ്റെ പ്രയോഗങ്ങളാണ്. അത് വേറെ വിഷയം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ആശയക്കുഴപ്പത്തിലായെന്നേ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസം ഏതാണ്ട് കഴിഞ്ഞില്ലേ? ഇപ്പോൾ CPM-ൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലില്ലാത്തൊരവസ്ഥയിലെത്തിയില്ലേ ഇന്ത്യയിൽ? അതേപോലെ തന്നെ ബംഗാളിൽ കഴിഞ്ഞു പരിപാടി, ത്രിപുരയിൽ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ കേരളത്തിലാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തകർച്ചയിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ഈ പ്രായമായി വരുന്നുണ്ട്. ആ പ്രായമായി വരുന്നു. അപ്പോൾ അവർ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. പണ്ട് കണ്ട രീതിയിലുള്ള സ്വപ്നഭൂമിയും വാഗ്ദത്ത ഭൂമിയും ഒന്നും ഇനിയിപ്പോൾ അവർക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ കുടുംബത്തിൽ പിന്നെ കുടുംബാംഗങ്ങളുണ്ടാവും, അവരുടെ വിഷമങ്ങളുണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പിടിവള്ളി തേടി പോകുന്നതായിരിക്കും. ആ പിടിവള്ളി തേടി പോകുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ വന്നു വിടുന്നത്. അല്ലാതെ വരില്ല. അല്ലാതെ ഇപ്പം പി ജയരാജനൊക്കെ ഇപ്പം ക്ഷേത്രത്തിലൂടെ മനുഷ്യൻ്റെ ചരിത്രത്തെയും മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാനൊന്നും വരില്ല. അപ്പോൾ ഇത് ആ പറഞ്ഞ പോലെ അവർ ഏതെങ്കിലും ആന്തരികമായി അനുഭവിക്കുന്ന സംഘർഷമായിരിക്കാം. അതല്ലെങ്കിൽ പി ജയരാജനെ പോലുള്ളൊരു വ്യക്തിയൊക്കെ ഒരു ക്ഷേത്രത്തിലേക്ക് നടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംഭാവ്യമാണത്. അതല്ല അവർ ഈ പറഞ്ഞതുപോലെ. പിന്നെ മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ചരിത്രം പഠിക്കാൻ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ചരിത്ര വിദ്യാർത്ഥിയൊന്നും അല്ല ആര് ജയരാജൻ. അത്ര ആ ഒരു രീതിയിലുള്ള ചരിത്രത്തെ അങ്ങനെ സമീപിപ്പോൾ പി കെ ബാലകൃഷ്ണൻ്റെ കേരള ചരിത്രവും ജാതി വ്യവസ്ഥ എന്നുള്ള അതിഗംഭീരമായ ബ്രില്യൻ ടെക്സ്റ്റാണ്, ഒരു സംശയമില്ലാത്ത സാധനമാണ്. അദ്ദേഹം ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഓരോ ക്ഷേത്രങ്ങളിലും പോയിട്ട് അവിടുത്തെ ഓരോരോ കലകളും അതേപോലെ തന്നെ വട്ടെഴുത്തുകളും ചെമ്പുകളും ഒക്കെ വായിച്ചിട്ടാണ് ഈ കേരള ചരിത്രവും ജാതി വ്യവസ്ഥ എന്നുള്ള ആ ബ്രില്യൻ ബുക്ക് എഴുതിയിട്ടുള്ള സംഗതി. അപ്പോൾ അതുപോലുള്ള പിന്നെ ഒരു ഗവേഷണ ബുദ്ധിയോ ഗവേഷണ പഠനമോ ഒന്നും പി ജയരാജനില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പോയിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് പ്രതികരണത്തിലൊന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ ക്ഷേത്ര ദർശനം കമ്മ്യൂണിസ്റ്റുകൾക്ക് നിഷിദ്ധമല്ല എന്നുള്ളതാണ്. നമ്മളാരും പറഞ്ഞില്ല നിഷിദ്ധമാണെന്ന്. ഇവർ തന്നെയാണ് പറഞ്ഞത് ഏതാണ് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, കല്ലിലൊന്നും ഇരിപ്പില്ല. അതേപോലെ തന്നെ ഇവരിതൊക്കെ വാസ്തവം പറഞ്ഞാൽ അവർ പാവങ്ങളാണ്. ആ CPM-കാരെ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. അതിനെ പറ്റിയിട്ടാണ് ഇത്. ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന സനാതനധർമ്മത്തെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുന്ന പഠന ഗ്രന്ഥം എന്നാണ് അതിനെപ്പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്. 400 രൂപയാണ് വില. സനാതനികൾ അതിൽ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ സംസാരിക്കുന്നതാണ് എൻ്റെ കവർ പിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ശരി. ഒന്നാമത് ഈ സനാതനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. ഇതൊക്കെ സനാതനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയില്ല. എന്താ മാറ്റമില്ലാത്തത്, ഒരിക്കലും മാറ്റമില്ലാത്തത്. അതായത് സത്ത്, അതായത് ഈ പ്രപഞ്ച രഹസ്യത്തിൻ്റെ സത്ത് എന്താണെന്നുള്ളത് കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്ന അവസ്ഥയാണ് സത്യം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് സത്യം എന്നുള്ള വാക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അത് സത് വസ്തുവും കൂടെയാണ്. അപ്പോൾ ആ സത്തിനെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ കണ്ടെത്തിയ സംഗതികളെ അതിനൊരിക്കലും മാറ്റം ഉണ്ടാവത്തില്ല. അത് സനാതനം, എറ്റേണൽ എന്നുള്ള അർത്ഥമേ ഉള്ളൂ സനാതനത്തിന്. അത് സംസ്കൃതത്തിലൊരു വാക്ക് അതാണ്. അതിൻ്റെ റൂട്ടുണ്ട്, അതിൻ്റെ ധാതു എന്ന് പറയും. സംസ്കൃതം പഠിച്ചവർക്ക് അറിയാൻ പറ്റും അത് ഏത് വാക്കിൽ നിന്ന് ഉദ്ഭവിക്കുന്നു, സനാതനം എന്തുകൊണ്ടത് വരുന്നു. അപ്പോൾ അത് അത് മാത്രമേ ഉള്ളൂ ഈ സനാതനത്തിൻ്റെ അർത്ഥം. അല്ലാതെ ഇവരുദ്ദേശിക്കുന്ന കണക്ക് ഈ പറഞ്ഞതുപോലെ ഈ സനാതന ധർമ്മികളിലെ സനാതന വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ നടക്കുന്നില്ല. അവർക്കും അറിയില്ല ഈ സംഗതി. അതും വേറെ കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സനാതനം എന്ന് പറയുന്ന എറ്റേണൽ എന്ന് മാത്രമേ ഉള്ളൂ. അത് അവിടെയാണ് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ പ്രിയം പറഞ്ഞത് നന്നായി. ഇപ്പോൾ പി ജയരാജൻ സനാതനികളുടെ ഹിന്ദുത്വ അല്ലേ?
സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. അതെ, ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകം എന്തായാലും ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല. കാരണം നമുക്ക് സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സനാതനികൾ എന്ന് പറയുന്നത് അതായത് സനാതനികൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ എന്നാണ് അർത്ഥം. കാര്യം ഒരു ശാസ്ത്രത്തിൽ വിശ്വസിക്കുകയല്ല, ശാസ്ത്രം പ്രയോഗിക്കുന്നവർ എന്നുള്ള അർത്ഥമാണ്. ശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ ഉറപ്പുണ്ടെന്ന് കരുതുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ശാസ്ത്രം അതല്ല, ശാസ്ത്രം പ്രയോഗിക്കാനുള്ള സാധനമാണ്. അത് അറിവിൻ്റെ സാധനമാണ്. ശാസ്ത്രം അറിവ് പകരുന്ന സാധനമാണ്. ആ അറിവ് പകർന്നിട്ട് അത് നമ്മൾ പ്രയോഗത്തിൽ വരുന്നു. അങ്ങനെയുള്ളവരെയാണ് ഇപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ എന്ന് പോലും പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഈ നമ്മുടെ വിശ്വകർമാവിനെ ആചാരി എന്ന് പറയുന്നത്. അറിവിനെ പ്രയോഗിക്കുന്നതിനാണ് ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്താണ് ആചരിക്കുന്നത്? അറിവാണ് ആചരിക്കുന്നത്. എന്താണ് അവരുടെ ഇരിക്കുന്ന അറിവ്? അത് പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചിട്ടുള്ള അറിവാണ്. മനസ്സിലല്ലേ? അത് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസിലാണ്. അതാണ് ഈ മാത്തമെറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ വിവിധ ഇക്വേഷൻസുകളാണ് നമ്മുടെ കേരളത്തിൽ വാരി വിതറി കിടക്കുന്ന ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ വിശ്വകർമ്മ എന്ന് വിളിക്കുന്നത്. അപ്പം അതെല്ലാം ഈ സത്യദർശനത്തിൽ നിന്നാണ്. ഈ സത്യദർശനത്തിൽ നിന്ന് ഡയലക്റ്റിക്കലായിട്ടാണ് അതിനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആ ഡയലക്റ്റിക്കലായിട്ട് പറഞ്ഞു തരും. കട്ടിയാണ് സാധനം, വെറുതെ എങ്കിലും ഞാൻ പറയുക. അത് ഗണിതശാസ്ത്രത്തിലൂടെയാണ് പറഞ്ഞിരുന്നത്. ആ ഗണിതശാസ്ത്രത്തെ സൗന്ദര്യത്തിൽ പൊതിഞ്ഞ് പല രീതിയിലാണത് ആൾക്കാരുടെ ഉപയോഗത്തിനിട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട്. അത് ചിലത് കലയിലേക്കാകാം, ചിലത് സാഹിത്യമാകാം, ചിലത് നൃത്തമാകാം. അങ്ങനെ ഓരോരോ കലകളുണ്ട്. എല്ലാത്തിലും ഈ ഒരു സാധനം അടങ്ങിയിരിക്കും. ഈ ഡയലക്റ്റിക്സ് അടങ്ങിയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ ജയരാജൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് നമ്മൾ കുറ്റം പറയാനും പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹതപിക്കാനും പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഏതെങ്കിലും രീതിയിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അല്ലേ? അതൊക്കെ ഉദ്ദേശിക്കുമ്പോൾ തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലും ഒരു ബേബി വാക്കർ പോലെയാണ്. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ നമ്മുടെ ഈ QR കോഡില്ലേ, QR കോഡ് എഴുത്തും വായന അറിയാത്തവന് ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ പിന്നിലൊരു അൽഗോരിതം ഉണ്ട്. അത് ബുദ്ധിമുട്ടാണ്. അതറിയാവുന്നവനെ അറിയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു അൽഗോരിതം ഉണ്ട്. ഈ അൽഗോരിതം അറിയാതെ പാവപ്പെട്ട ഈ QR കോഡ് ഉപയോഗിക്കുന്നത് പോലെയാണ് ഈ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പി ജയരാജൻ ഇപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ കയറി വന്നു. അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ഗന്ധവും, അകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഗന്ധമൊക്കെ ഉണ്ടാവില്ല. മറ്റേ തുളസിയിലയുടെയും മറ്റ് ചന്ദനത്തിൻ്റെയും പിന്നെ നെയ്ത്തിരിയുടെയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു സമ്മിശ്ര ഗന്ധമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഊർജ്ജദായകമായ സംഗതികളാണ്. പിന്നെ അതേപോലെ തന്നെ സോപാന സംഗീതം ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടെ പ്രത്യേക അന്തരീക്ഷം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് ഊർജ്ജം കിട്ടും. അത് ഏത് മനുഷ്യനും കിട്ടും അത്. അപ്പോൾ ആ രീതിയിലാണ് ഈ ക്ഷേത്രങ്ങളെയൊക്കെ സജ്ജമാക്കിയിട്ടുള്ളത്. ഊർജ്ജങ്ങളുടെ പ്രവാഹ കേന്ദ്രം പോലെയാണ് ഇതിൻ്റെ ക്ഷേത്രങ്ങളെ കാണുന്നത്. അപ്പം ജയരാജനെയൊക്കെ സംബന്ധിച്ച് മാത്രമല്ല, ഇനിയിപ്പോൾ ധാരാളം ഇതേപോലെ CPM നേതാക്കൾ ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകും. ആരും തലയിൽ മുണ്ടിടാതെ. നമ്മുടെ സന്ദേശം സിനിമയിലെ ശ്രീനിവാസൻ്റെ ഒരു പ്രയോഗമുണ്ടല്ലോ, അല്ലേ? കുമാരപിള്ളയും അതേപോലെ ശ്രീനിവാസനും തമ്മിലുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറയുന്നത് അതിൽ. അപ്പോൾ ഇനിയിപ്പോൾ ധാരാളം CPMകാരൊക്കെ ക്ഷേത്ര ദർശനത്തിലേക്ക് പോകും. ഇനി ആകെ നമ്മളൊരു ആശങ്ക ഉണ്ടാകുന്നത് ഈ CPMകാരൊക്കെ ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരവിശ്വാസികളായി കഴിഞ്ഞാൽ മഹാ അപകടങ്ങളാണ്. അപ്പോൾ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഒരു ഭയങ്കര നക്സലിസത്തിൻ്റെ വക്കിലേക്ക് പോയ എന്നെക്കാട്ടൊക്കെ ഉള്ള സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ അടുത്ത കാലത്തൊരു അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടിയുടെ 28 കെട്ടിന് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ CPMകാർക്കെല്ലാം ചുറ്റുപാടുകളും കൺട്രോൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നിട്ട് ഇങ്ങനെ പഴയ അവസ്ഥയിൽ ഞാനിങ്ങനെ മാറിയെന്ന് വാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു മധ്യവയസ്കയായ ഒരു ബന്ധു ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർ വന്ന് വിളക്ക് കൊളുത്തിയപ്പോൾ ഒരു 2 തിരിയിട്ട് അപ്പുറം ഇപ്പുറം 2 തിരിയിട്ട് കൊളുത്തി. ഇദ്ദേഹം ചാടി വീണു.
അത് ശരിയല്ല, 3 തിരിയിടണം, ഇരട്ട ഇല ഇടണ്ട. മനസ്സിലായല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രകടനങ്ങൾ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അല്ല ഇത് 2 തിരിയോ അല്ലെങ്കിൽ 5 തിരിയോ അല്ലെങ്കിൽ 7 തിരിയാണ് ഇടേണ്ടത് എന്ന് പറയുന്നുണ്ട്. അല്ലല്ലല്ല, ഇരട്ട പറ്റത്തില്ല അത് എന്ന് പറഞ്ഞിട്ട് വളരെ ഈ പറഞ്ഞതുപോലെ ഞാൻ അവരൊരു വിശ്വാസിയാണ്. ഉം. അവർക്ക് അത്യാവശ്യം വേറെ ഫിലോസഫി ഒന്നും അറിയത്തില്ല. അവർ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശരിയും തന്നെയാണ്. 2 അല്ലെങ്കിലും 5, 7 ഇതിനൊക്കെ ചില കണക്കുകളുണ്ടല്ലോ. പക്ഷെ ഇദ്ദേഹം സമ്മതിക്കത്തില്ല. ഇദ്ദേഹം ഇരട്ട പാടില്ല, ഒറ്റ വേണം എന്ന് പറഞ്ഞതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ CPM-കാർ ദൈവവിശ്വാസികളായി കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ കൂടുതൽ അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും കേരളം കൂപ്പുകുത്തും എന്നുള്ളതിനകത്ത് സംശയം വേണ്ട. കാരണം CPM-കാരെല്ലാം ഇങ്ങനെ അമ്പലം ക്ഷേത്ര ദർശനത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാവും. അതാണ് ആകെയുള്ളൊരു കാരണം. ഇപ്പം തന്നെ അത്യാവശ്യം ഒരുവിധമൊക്കെ ഉള്ള ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിന് ഏറ്റവും ആവശ്യം ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ക്ഷേത്ര പ്രവേശനമല്ല, ഒന്ന് പുറത്തിറങ്ങി. കാരണം ക്ഷേത്രങ്ങളിൽ മുഴുവൻ ജനം വന്ന് ഇടിച്ചു കയറി കിടക്കുകയാണ്. അവിടെ നിന്ന് പരിസരങ്ങൾ മുഴുവൻ പൊള്യൂട്ടഡാക്കി അല്ലേ? ക്ഷേത്ര കുളങ്ങളെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ രോഗം പിടിക്കും. പരിസരം മുഴുവൻ ഈ പറഞ്ഞതുപോലെ കൊഴുകൊഴുള്ള ദ്രാവകങ്ങളും പരിസര റോഡുകളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ആവശ്യം ജനങ്ങൾ ഇത്രയധികം ഒന്നും ക്ഷേത്രത്തിൽ പോയി കിടന്ന് വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല. ക്ഷേത്ര പ്രവേശനം എന്ന് പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രത്തിലേക്ക് വെളിയിലേക്കൊന്ന് ഇറങ്ങേണ്ട ഒരു ആവശ്യം വരിക. പോകാൻ പറ്റില്ല. അതേ പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനി CPM-കാരോടെ പോയി കഴിയുമ്പോഴത്തേക്ക് അത് കാരണം ഇനിയിപ്പം തിരക്ക് കൂടും അല്ലേ? ഇപ്പോൾ PA ജയരാജൻ പോയി, അദ്ദേഹം പറഞ്ഞു CPM നേതാക്കൾക്ക് നിഷിദ്ധമല്ല. ശരിയാണ്. ഇനിയിപ്പം അറിയാൻ പറ്റില്ല, ഞാൻ വരും ദിവസങ്ങളിൽ ഇനി പിണറായി വിജയൻ തന്നെ പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല. അവസാന കാലത്തൊരു ആഗ്രഹം ഉണ്ടായിക്കൂടാന്നില്ല, മനുഷ്യനല്ലേ. അപ്പം അദ്ദേഹത്തിനെ നമുക്ക് താമസിയാൻ പറ്റും. കാരണം P ജയരാജൻ ക്ഷേത്ര ദർശനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അദ്ദേഹം അയ്യപ്പ ഭക്തനാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അയ്യപ്പ സംഗമത്തിൻ്റെ അവിടെ വെച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പറഞ്ഞു അദ്ദേഹം അയ്യപ്പ ഭക്തനാണെന്ന്. എന്നിട്ട് ആ വേദിയിൽ വെച്ചിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം സമ്മാനമായിട്ട് ഉപഹാരമായിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മുൻകൂട്ടി അനുവാദം ഇല്ലാതെ കൊടുക്കത്തില്ല. കൊടുക്കുമോ? സന്യാസിയുടെ മനസ്സുണ്ടെന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം ഇനി ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നതെന്നുള്ളതാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണോ, ഗുരുവായൂരാണോ, ഇനി അതോ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലാണോ, അതോ ഇനി മറ്റേ കണ്ണൂരൊക്കെ ഉള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലാണോ? കണ്ണൂരൊക്കെ ഗംഭീര ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ രണ്ടായാലും ഇനി പിണറായി വിജയൻ്റെ ക്ഷേത്ര ദർശനത്തിന് നമുക്ക് കാത്തിരിക്കാം.